ഇന്നത്തെ പ്രാർത്ഥന ഈശോയുടെ തിരുരക്തത്തിൻ്റെ അതിശക്തമായ സംരക്ഷണ പ്രാർത്ഥന നമ്മളുടെ കുടുംബങ്ങളുടെ മേലും, കൃഷിയിടങ്ങളുടെ മേലും, സ്ഥലത്തിൻ്റെ മേലും, സ്ഥാപനങ്ങളുടെ മേലും, തൊഴിൽ മേഖലകളുടെ മേലും, പ്രത്യേകമായി നമ്മളുടെ മക്കളുടെ മേലും എല്ലാം വന്നിട്ടുള്ള എല്ലാ നാരകീയ ശക്തികളുടെയും ബുദ്ധിമുട്ടുകളെയും അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ ശക്തിയേറിയ തിരുരക്തത്താൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇത് എന്നും സന്ധ്യാസമയത്ത് നിങ്ങൾ വീടിനകത്ത് നിന്നുകൊണ്ട് കൈ വിരിച്ചു പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ നാരകീയ ശക്തികളും കൂടോത്ര മന്ത്രവാദ ക്ഷുദ്രവിദ്യകളും എല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്നും കർത്താവ് എടുത്തുമാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. സംരക്ഷണ പ്രാർത്ഥന. ഈശോനാഥ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, അങ്ങയുടെ തിരുരക്തം എൻ്റെ മേലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മേലും തളിക്കുകയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. യേശുനാഥ, അങ്ങേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലും ഈ സമയം നമ്മളുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക. ആത്മാവിനും ശരീരത്തിനും സംരക്ഷണം നൽകുന്ന തിരുരക്തത്താലും ഞങ്ങളെ സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും രോഗം, ഭയം എന്നിവയിൽ നിന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും കൃഷിയിടങ്ങൾക്കും സ്ഥലത്തിനും സ്ഥാപനങ്ങൾക്കും തൊഴിൽ മേഖലകൾക്കും എതിരായി വരുന്ന എല്ലാ നാരകീയ ശക്തികളെ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും കൽപ്പിച്ചകറ്റുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാലും അധികാരത്താലും തിന്മകളുടെ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. അല്പനേരം സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം സങ്കീർത്തനം 91 അധ്യായം ഉച്ചത്തിൽ വായിക്കുക. ഇത് ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ പൈശാചിക ബന്ധനത്തിൻ്റെയും കലഹങ്ങളുടെയും സമാധാനമില്ലായ്മയുടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈശോയുടെ ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും.